ശ്രീഭാമ മിസ് ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ NMMS എന്ന് പറഞ്ഞ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നേരത്തെ അലുമിനിയം ഫോയിൽ ഉണ്ടാക്കുന്നതിന്റെ എന്ത് സവിശേഷത പ്രയോജനപ്പെടുത്തിയാണ്? ദ അലുമിനിയം ഫോയിൽ ഈസ് മെയ്ഡ് ബൈ യൂട്ടിലൈസിംഗ് ഡാഷ് പ്രോപ്പർട്ടി എന്ന് പറയുന്നു. ആൻസർ വരുന്നത് മാലിയബിലിറ്റി ആണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹത്തിനെ അടിച്ച് പരത്തി ചെറിയ തകിടുകളാക്കി മാറ്റുന്നതിനെയാണ് അല്ലെ. മെറ്റീരിയൽ ഹാമേഡ് ഇൻ ടു തിൻ ഷീറ്റ് ആക്കി മാറ്റുന്നതിനാണ് മാലിയബിലിറ്റി പറയുക. ഡയറി മിൽക്കിലെ ഗോൾഡൻ ഫോയിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ആലോചിച്ച് വെക്കാം. അതിനുള്ള എക്സാമ്പിൾ. നെക്സ്റ്റ്, മണികൾ ഉണ്ടാക്കാൻ പ്രയോജനപ്പെടുത്തുന്ന ലോഹ സവിശേഷത. വാട്ട് ആർ ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ യൂസ് ടു മേക്ക് ബെൽ എന്ന് പറയുന്ന ആൻസർ വരുന്നത് ഏതാ മക്കളെ? സൊണോറിറ്റിയും ഉയർന്ന കാഠിന്യവുമാണ് അല്ലെ. സൊണോറിറ്റി എന്ന് പറയുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റലിന്റെ കഴിവാണ്. ചിലങ്കിൽ നിള്ള ചിൽ 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 സൗണ്ട്, അതുപോലെ മണിയടിക്കുന്ന സൗണ്ട്, അതൊക്കെ എന്താണ്? ഈ പറഞ്ഞ ഉപരിതലത്തിൽ വലിയൊരു വസ്തു, കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോഴുള്ള സൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് വരുന്നത് പ്ലാറ്റിനം ആണ്. ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന സമയത്ത് മെറ്റലിനെ വലിച്ചു നീട്ടി ചെറിയതായിട്ടുള്ള കമ്പികളാക്കി ഫൈൻ വയേഴ്സ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മൂന്നും പഠിക്കാൻ സിമിലർ ട്രിക്കും കൂടെ മിസ് പഠിപ്പിച്ചുതരാം. മാലി മാലി നീ എന്തടിയാ അടിയാ, ഡക്കി ഡക്കി നീ എന്ത് വലിയാ വലിയാ, സോണോ സോണോ നീ എന്താ സൗണ്ട്, എല്ലാം പഠിച്ചാ ഇങ്ങക്ക് മാർക്ക് കിട്ടൂ അല്ലെ. മാലി എന്ന് പറയുമ്പോൾ മാലിയബിലിറ്റി അടിച്ചു വരത്ത, ഡക്കി വലി ഡക്റ്റിലിറ്റി വലിച്ചു നീട്ട, സോണോ എന്താ സൗണ്ട്? സോണോറിറ്റി ആണ്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതുപോലുള്ള ട്രിക്കും ടിപ്സുമായിട്ട് ഇനിയും മിസ് നിങ്ങളെ കാണാൻ വേണ്ടി വരും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.